ഹായ് ഗൈസ്, വെൽക്കം ടു സുകൃതം ജ്വല്ലറി വ്ളോഗ്സ്. നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ഇൻവെസിബിൾ ചെയിൻമാല ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോട്ടസ് ആണ് കേട്ടോ. ലോട്ടസിൻ്റെ ഒരു ഇൻവെസിബിൾ ചെയിൻമാലയാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്കിത് ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് നമുക്കൊരു ഗിയർ വയർ ആട്ടോ നമുക്ക് വേണ്ടത്. അത് നമ്മൾ അളവിനനുസരിച്ച് നമ്മൾ ടൂൾ സെറ്റ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു ടൂൾ സെറ്റ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗിയർ വയർ കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗിയർ വയറിൽ നമുക്കൊരു ലോട്ടസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ലോട്ടസ് നമുക്ക് നടുവിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ സെൻറ്റർ കറക്റ്റ് തന്നെയാണ് നമ്മൾ നോക്കണം. അതിനായിട്ട് നമുക്കിത് ലോട്ടസ് നമുക്ക് നടുവിലെത്തിയതിന് ശേഷം നമുക്കിത് രണ്ട് സൈഡിലും കൂടി നമുക്ക് അളവിനനുസരിച്ച് നമുക്ക് പിടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് സെൻറ്ററിൽ തന്നെ നമുക്ക് ലോട്ടസ് വെച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ബിന്ദി ബോളാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ബിന്ദി ബോൾ നമുക്ക് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു സൈഡിൽ ബിന്ദി ബോൾ കോർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലും കൂടി നമുക്ക് ബിന്ദി ബോൾ കോർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിന്ദി ബോൾ നമുക്ക് ചെയ്ത് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ബിന്ദി ബോൾ നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ട് സൈഡും ബിന്ദി ബോൾ നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ബിന്ദി ബോൾ സെയിം ആയിട്ട് തന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നഖം കുറച്ച് കൂടുതലാണ് ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ കയ്യിലെ നഖം കൊണ്ടാണ്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇനി അതൊക്കെ ചെയ്തെടുക്കുന്നത്. എനിക്കിത് കോർത്തെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എത്രയായാലും നഖം വെട്ടാൻ വളരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നതാണ്. ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്.
കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ ഗിയർ ലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗൈസ്. നമ്മൾ ഇനി ഒരു നമ്മളത് സൈഡിൽ ഗിയർ ലോക്ക് നമുക്ക് നമ്മൾ ടൈറ്റ് ഗിയർ ആക്കി ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റേ സൈഡിലും കൂടി നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് സെൻറ്ററിലേക്ക് തന്നെയാണോ നമ്മളിത് എത്തിച്ചിട്ടുള്ളത് നമ്മൾ നോക്കണം. ലോട്ടസ് രണ്ട് സൈഡിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട ശേഷം നമുക്കത് സെൻറ്ററിലേക്ക് നമുക്ക് വലിച്ചു പിടിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലേക്ക് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ ശേഷം ഇനി നമ്മളിത് മൂന്ന് സെറ്റിലാട്ടോ നമ്മളെ നെക്കിൽ 3 ലോട്ടസ് വരുന്ന രീതിയിലേക്കാണ് നമ്മളൊരു ഇൻവെസിബിൾ ചെയിൻമാല നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി രണ്ട് സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഗിയർ ലോക്ക് ഇടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് കയ്യിൽ കുറച്ച് ഗിയർ ലോക്ക് വെച്ച ശേഷം അതൊന്ന് നിങ്ങൾ കോർത്തെടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളത് ഇട്ട് കൊടുക്കുക. ബിന്ദി ബോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതിനായിട്ട് പോവാറുണ്ട്. എനിക്കിത് ചെയ്തെടുക്കുമ്പോൾ ഇതിനായിട്ട് എനിക്ക് ഒരു നല്ലൊരു ടൈം പോകാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശരി, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയ്ക്കും ശ്രദ്ധിച്ചും ഇതിന് എത്ര ടൈം എന്നിൽ നിന്ന് മിസ്സായാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ബിന്ദി ബോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കൊടുക്കാനുള്ള ലോട്ടസ് നമുക്കിതിൽ രണ്ട് സൈഡിൽ നമുക്ക് ലോട്ടസ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും കൂടി ലോട്ടസ് കൊടുക്കാം കേട്ടോ. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി ബ്രാൻഡിൻ്റെ ഇനി നമുക്ക് അവസാനത്തെ നമ്മുടെ ഗിയർ ലോക്കിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കൊളത്തിട്ട് കൊടുക്കാം. കൊളത്തിട്ട ശേഷം നമ്മളൊരു ഗിയർ ലോക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഗിയർ ലോക്ക് ഇട്ട ശേഷം നമ്മളത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗിയർ ലോക്ക് എൻഡിലെ പോർഷനിലേക്ക് നമ്മളത് വന്നിട്ടുണ്ട് എടുക്കണം. എൻഡിലെ പോർഷനിൽ നമ്മൾ കൊളത്തിട്ട ശേഷം ഗിയർ ലോക്ക് ഇട്ട ശേഷം നമ്മളത് വന്ന ശേഷം ടൂൾ സെറ്റ് കൊണ്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗിയർ ലോക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ടൂൾ സെറ്റ് എടുത്തിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഗിയർ ലോക്ക് നമ്മൾ ചെയ്തെടുത്തില്ലേ, ഗിയർ ലോക്ക് നമ്മൾ ഇട്ടില്ലേ, അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കതിന് ശേഷം നമുക്ക് ഗിയർ വയറിൽ നിന്ന് നമുക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ടൂൾ സെറ്റ് കൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടോ. ഒരു സൈഡ് വെച്ചാൽ ഒരു സൈഡ് നമ്മൾ കുളത്തിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടി നമുക്ക് നോക്കാം. രണ്ടാമത്തെ സൈഡ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ബാക്ക് ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗിയർ വയറിൻ്റെ എൻഡിലായി നമുക്ക് ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട ശേഷം നമ്മൾ ഗിയർ ലോക്കിൻ്റെ അറ്റത്തായിട്ട് നമ്മളത് ടൂൾ സെറ്റ് കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ അത് പ്രസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമുക്ക് ടൂൾ സെറ്റ് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ലോട്ടസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ അവസാനം നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുളത്ത് ഇടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആ 3 സെൻറ്ററിലായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ അതിന് നമ്മൾ ആദ്യം രണ്ട് സൈഡിൽ നമ്മൾ കുളത്തും അതുപോലെ തന്നെ ബാക്ക് ചെയിനും ഇട്ട ശേഷമാണ് നമ്മൾ ലോട്ടസുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചെയ്തെടുത്തൊരു ലോട്ടസ് ആട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതും ചെയ്തെടുക്കുന്നേ. അപ്പം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളത് 3 സൈഡ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കട്ടോ. പക്ഷെ നമുക്കത് ഇപ്പം നമുക്ക് കിട്ടില്ല. നമുക്ക് ബാക്കിലെ കുളത്തിട്ടതിന് ശേഷമേ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് സെൻറ്ററിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കത് കുളത്തിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ലോട്ടസുകളിലെ ബിന്ദി ബോൾസും അതുപോലെ തന്നെ ഗിയർ ലോക്കും ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുളത്തിട്ടിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് തെറ്റില്ല. ഇനി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇനി നമ്മൾ സെൻറ്ററിലത്തെ ലോട്ടസ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 ലോട്ടസും കൂടിയാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊരു ടൂൾ സെറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കാണാനും കൂടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് 2 സൈഡിലും കൂടി നമുക്ക് ഗിയർ ലോക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്, ഇട്ട് വെച്ചതാണ്. അപ്പം നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ഗിയർ ലോക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിൻ്റെ വെബ്സൈറ്റും കൂടി കയറി സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡറൊക്കെ പെട്ടെന്ന് പ്ലേസ് ആക്കുക.
അപ്പോൾ ഈ ലോട്ടസിൻ്റെ ചെയിന് വേണമെന്നുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് കൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൂൾ സെറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാല ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ ഭംഗിയായിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്.